ഹായ് ഫ്രണ്ട്സ്, ബിഗ് ബോസ് സീസൺ 6 എപ്പിസോഡ് 69 റിയാക്ഷൻ ആണ്. റിയാക്ഷനിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് കുറച്ച് കമന്റ്സ് വായിക്കാം. തീരെ സുഖലായിരുന്നു, ബട്ട് ഇവർ വീഡിയോ കണ്ടപ്പോൾ സെറ്റായി. ശരിക്കും എന്നാ പിന്നെ ആ ഡോക്ടർക്ക് വെച്ച ഫീസ് എനിക്ക് അയച്ചു തരാൻ പറ്റുമോ? പറ്റില്ലല്ലേ. നമുക്ക് അടുത്ത കമന്റ് വായിക്കാം. വീഡിയോ അടിപൊളിയാണ്, ബട്ട് ഇപ്പൊ തൊട്ട് കുറച്ച് ടെക്നിക്കൽ എറർ വരുന്നുണ്ട്. ബ്രോ അതൊന്ന് തിരിച്ചാലോചിച്ച് നോക്കിയേ. ബാക്കിൽ ഐഫോൺ ഷോ ആണോ? ആ, ബാക്കിൽ ഐഫോൺ ഷോ ആണ്. നിനക്ക് വല്ല ഉറപ്പുണ്ടോ? ഞാൻ പൈസ കൊടുത്ത് വാങ്ങിച്ച സാധനത്തിന്റെ പെട്ടി ഇവിടെ വെക്കും ചിലപ്പോൾ ഞാൻ നെഞ്ചത്ത് കയറ്റി വെക്കും. നീ ആരാടാ ചോദിക്കാൻ? അല്ലേ ഷോ ആണോ എന്നവൻ. ബ്രോ ബാക്ക്ഗ്രൗണ്ടിലെ ഷോർട്സിന്റെ എംബ്ലം നേരെ വെക്കൂ. അല്ലടാ, അത് എന്തൊരു പ്രശ്നം വെച്ചാലേ ഇതിങ്ങനെ തൂക്കിയിടുന്ന സാധനം, അപ്പൊ നമുക്ക് ആണി വേണം. അപ്പൊ ഇങ്ങനെ വെറുതെ വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഇരിക്കില്ല, അതുകൊണ്ടാണ് അങ്ങനെ വെച്ചാണ്. മനസ്സിലായില്ലേ? ജിൻഡോയെ പൊക്കിയടിക്കുന്നതിന് വേണ്ടി മാത്രം വീഡിയോ ചെയ്യുന്നതാണോ ബ്രോ? പരമ കഷ്ടം. അന്നൈസൊക്കെ നമ്മുടെ പഴയ കുറെ വീഡിയോസ് ഞാൻ ഇവിടെ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് പോയി കണ്ടു നോക്കുന്നത് വളരെ നല്ലതായിരിക്കും. ഓക്കെ ചേട്ടാ, ബിഗ് ബോസ് പ്ലസ് എന്തിടാത്തെ? പ്ലസ് ഇടുന്നുണ്ട്. ഈ പിൻഡ് കമന്റിൽ സെക്കൻഡ് ലിങ്ക് ഉണ്ട്, അതൊന്ന് തുറന്നു നോക്ക്. ആ ചാനലിലുള്ളതൊക്കെ പ്ലസ് വീഡിയോസ് ആണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം എനിക്ക് 2 ജോബ് ഓഫർ വന്നു. മോനെ ഉസ്തല്ലേ? അപ്പൊ ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇനി അങ്ങനെ കമന്റ്സ് ഇട്ട് കഴിഞ്ഞാൽ ഞാൻ ഈ കമന്റ് വായിക്കൽ നിർത്തുന്നു. അപ്പൊ എല്ലാവരും കമന്റ് വായിക്കണം എന്ന് കമന്റ് ഇട്ടു. അപ്പൊ എന്തായാലും കമന്റ്സ് തുടർന്നും വായിക്കുന്നതാണ്. വ്യത്യസ്തമായ കമന്റുകൾ നിങ്ങൾ പോസ്റ്റ് ചെയ്യൂ. നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് അവർ ചാനൽ. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുന്ന ഓരോ സബ്സ്ക്രൈബും നമുക്ക് കിട്ടുന്ന കയ്യടിയാണ്. അപ്പൊ സംസാരിച്ചധികം സമയം കളയുന്നില്ല, നമുക്ക് നേരെ റിയാക്ഷനിലേക്ക് പോവാം. ഇതാരാ? അന്തന ബി ലൈക്ക്, അയ്യോ ഞാൻ വേഗം പോട്ടെ, മൈക്ക് ഇവിടെ വേഗം പോയില്ലെങ്കിൽ സ്ക്രീൻ സ്പേസ് പോവും. ആ അൻസിവത്തില. അർജുൻ ബി ലൈക്ക്, സ്റ്റെപ്പ് ഒന്നും അറിയില്ല, നോക്കിയിരിക്കാം. ഡാൻസ് കണ്ടിട്ടാണോ കൂവിയെ? അല്ലല്ല, ഉരുളും തളിക. ഇന്നത്തെ ടാസ്കിലേക്ക് പോവാം. ഉരുളും തളിക. ഈ ബോട്ടിലുള്ള മുട്ടകൾ ഹിതമായി എത്തിക്കുക എന്നതാണ് ടാസ്ക്. അപ്പൊ ഇതായിരുന്നു ടാസ്ക്. ഒരു വഞ്ചി ഉണ്ട്, വഞ്ചിയിൽ കുറെ മുട്ട ഉണ്ടാവും. ഈ മുട്ട എടുത്ത് അപ്പുറത്തെ പെഡസ്റ്റലിൽ കൊണ്ട് വെക്കുക. ഇത് ഈസി അല്ലേ? നൽകിയിരിക്കുന്ന തളിക ഇരു കൈകളിലും വെച്ച് ശരി, 2 കയ്യിൽ ഓരോ തളിക വെച്ചിട്ട് അതിന്റെ മുകളിൽ മുട്ട വെച്ചിറങ്ങി അതിൽ നിന്നും 2 ഈ വഴിയൊക്കെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോയി ആണ് പെഡസ്റ്റലിൽ വെക്കേണ്ടതെന്ന്. ഇത് തെളിച്ച് പറയണോട്ടാ, ഇങ്ങനെ സിമ്പിളാന്ന് വിചാരിച്ചു. 4 ടീമിൽ നിന്ന് 4 വിധികർത്താക്കൾ ആദ്യം സെലക്ട് ചെയ്തു. അപ്പൊ വിധികർത്താക്കളാണ് ആദ്യം ആര് മത്സരിക്കണമെന്ന് തീരുമാനിക്കണേ. ഡെൻ മത്സരിക്കാൻ അവർ തീരുമാനം എടുത്തു. അങ്ങനെ ജിൻഡോ ആൻഡ് ടീം ആക്ടിവിറ്റി ഏരിയയിൽ എത്തി. അത് കാണിച്ചു കൊടുക്കാൻ പാടില്ലായിരുന്നു. ആദ്യം മത്സരിച്ച് നമ്മുടെ റെസ്വിൻ ആണ്. റെസ്വിൻ 2 കയ്യിൽ തളികയൊക്കെ വെച്ച് മുട്ടയൊക്കെ ബാലൻസ് ചെയ്ത് അങ്ങനെയൊക്കെ പോയി. പതുക്കെ നടന്ന് അവിടെ എത്തിച്ച് നന്ദനയും അതേപോലെ തന്നെ മുട്ട ഇങ്ങനെ ബാലൻസ് ഒക്കെ ചെയ്ത് വീണ് പൊട്ടിയനെ. അതും ബാലൻസ് ചെയ്താ നന്ദന പൊളി. അങ്ങനെ ഡെൻ ടീം 4 മുട്ട അവിടെ എത്തിച്ചു. അടുത്ത ജിൻഡോ ആണ് മത്സരിക്കുന്നത്. ജിൻഡോ ഇതൊക്കെ ഈസി ആയിട്ട് ചെയ്യും, നിങ്ങൾ സംശയം നോക്കിക്കോ. എന്റെ കരിനാക്കൊന്നല്ല കേട്ടാ, ജിൻഡോ മുട്ട എടുത്തപ്പോ പൊട്ടിയത് എന്റെ കുഴപ്പമില്ല, ജിൻഡോന്റെ ബാലൻസ് ഇല്ലാണ്ടാ. നമ്മുടെ രശ്മി പിന്നെ മത്സരിച്ച് അവിടം വരെ എത്തിയെങ്കിലും ബസ് അടിച്ച്. അങ്ങനെ ഡെൻ ടീമിന്റെ മത്സരം 4 മുട്ടയിൽ ഒതുങ്ങി. അത് കഴിഞ്ഞ അടുത്ത ടീം ആര് പോണെന്നുള്ള ഡിസ്കഷൻ ആയിരുന്നു. എനിക്ക് ടണൽ പോണോന്നായിരുന്നു. പീപ്പിൾ പോട്ടെ. എന്നാ ടണൽ പോട്ടെ. അപ്പൊ നെക്സ്റ്റ് പോണെന്ന്. ഇതെന്ത്, നിങ്ങൾ എവിടെയെങ്കിലും ഒന്ന് ഉറച്ചു നിക്ക്. അത് ശരി, എന്നാ എനിക്കും പീപ്പിൾ. എനിക്ക് ടണൽ നെക്സ്റ്റ്. അപ്പൊ എനിക്കും പീപ്പിൾ. ഇതെന്താണിത്? ഇനി ഓപ്ഷൻ ഉണ്ടെങ്കിൽ എന്തെങ്കിലും ടോസ് ഇടയോ അങ്ങനെ എന്തെങ്കിലും. ടോസ് ഇടാനാ? ഇതെന്താ ക്രിക്കറ്റ് കളിയോ? സായി ടോസ് ഇടാൻ ഇവിടെ ഇവര് നാണം കെടുത്തോടെ. സായി, ഈ മാനുണ്ടായിട്ട് വേണ്ടേ അത് പോവാൻ?
അടുത്തത് ആര് പോകുന്നു തീരുമാനിക്കാൻ പൊരിഞ്ഞടി. തീരുമാനങ്ങൾ എടുക്കുന്നതാണ് നീ പറഞ്ഞു വരുന്നത്. തീരുമാനത്തിലെത്തിയോ? കൊറേ നേരം ഈ ചർച്ച നീണ്ടുപോയപ്പോ ബിഗ് ബോസ് തീരുമാനമായ മക്കളെ. നിന്റെ കാര്യം അല്ല നിന്റെ കാര്യമല്ല ഞാൻ റെഡിയാ. ഓക്കെ. അങ്ങനെ അടിയാവുന്ന പറഞ്ഞു കഴിഞ്ഞപ്പോ അപ്സര പറഞ്ഞു ഞാൻ പൊക്കോളാം, അടി കൂട്ടാണ്ടിരിക്കും. സായി ഇങ്ങനെ മര്യാദയ്ക്ക് സാധനമൊക്കെ പിടിച്ചിട്ട് പോവായിരുന്നു. അപ്പൊ ജാസ്മിൻ കൈത്തണ്ടിട്ട ചെയ്തു സായി കളഞ്ഞു. ഇവളുടെ സൗണ്ട് കേട്ട അപ്പൊ തന്നെ സാധനം പൊട്ടിപ്പോ. അപ്സര പോയി. ഇവിടെ കയ്യിൽ തട്ടുന്നുണ്ട്, കയ്യിൽ തട്ടരുത്. ഇപ്പൊ സിജോ എനിക്ക് ബാലൻസ് ഇല്ലടാ, നീ തന്നെ പൊക്കോളെ. പൊക്കോ ബിഗ് ബോസ് മര്യാദയ്ക്ക് പറഞ്ഞതാ എല്ലാരും മത്സരിച്ച് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത ആൾക്കാർ മത്സരിക്കാൻ പാടുള്ളൂന്ന്. എന്നിട്ട് സായിനെ പിന്നെ വിട്ടാണ്. സായി പറ്റില്ല, അടുത്തത് സിജോ. അല്ല ജാസ്മിനെ നീ ഇതൊന്നും നോക്കണില്ലേ? അതിനുശേഷം റൊട്ടേറ്റ് ചെയ്യണം. ലാസ്റ്റ് ബിഗ് ബോസ് അനൗൺസ് ചെയ്തു സായി അത് പറ്റില്ല, സിജോ തന്നെ പോണം. നിങ്ങൾ ശ്രദ്ധിക്കണം, നിങ്ങൾ പൊക്കോ. അങ്ങനെ സിജോ ഒരു കണക്കിന് ബാലൻസ് ചെയ്ത് ലാസ്റ്റ് സ്റ്റേജ് എത്തി കഴിഞ്ഞപ്പോ പൊയ്ക്കോ. സിജോ കാല് താഴെ വെച്ച്. അപ്പൊ അത് ഔട്ടായി. അവിടെ ചവിട്ടരുത്. അവിടെ അപ്പൊ ജാസ്മിൻ അത് ഔട്ടാ. സിജോ ഞാൻ ബാക്ക് കയറിയിട്ട് ഒന്നും കൂടി വരാം, അപ്പൊ ശരിയാവില്ലേ? അതിന്റെ പേരിൽ അടിയായി. ആ ഒരു കാര്യത്തിന്റെ പേരിൽ പൊരിഞ്ഞടിയായി. ഇവിടെ വന്നിട്ട് ഇവിടെ ചവിട്ടിട്ട് ഇവിടെ പോകാൻ പറ്റില്ല. ജാസ്മിൻ പറഞ്ഞതാണ് സത്യത്തിൽ ശരി, അത് മാറ്റി ചവിട്ടി, അത് തെറ്റാണ്, അത് ഫൗളാണ്, അത് പോയിന്റ് കൂട്ടില്ല. സിജോ ഉണ്ടോ സമ്മതിക്കണ്? എന്തിനാ മക്കള് പേടിക്കുന്നത്? പേടിയാ കാട്ടുതീനിയാ? ഒന്ന് പോയ സിജോ. മക്കളെ പേടിക്കേണ്ട ആവശ്യമേ ഇല്ല. സിജോ ചുമ്മാ കിടന്ന് ചലക്കാ. അതെന്താ അങ്ങനെ ചെയ്തൂടെ? മുട്ടാപ്പോക്ക് ന്യായം പറയാതെ മിണ്ടാതിരി സിജോ. സായിക്കും പോകില്ലടേ. ഇവര് രണ്ടുപേരും ജാസ്മിനെതിരെ പറഞ്ഞ് ജാസ്മിന് സപ്പോർട്ട് ഉണ്ടാക്കി കൊടുക്കും. ഇങ്ങനെ ചവിട്ടിട്ട് ഇവിടെ ചവിട്ടി പോയാലും റൂള് പറഞ്ഞില്ല. എന്റെ പൊന്ന് ജാസ്മിനെ ചിരിപ്പിക്കില്ല നീ. അത് ശരി, ഇവിടെ ചവിട്ടാണ്ട് ഇവിടെ വെക്കണ്ടേ? സിജോ ഒന്നും മിണ്ടാതിരി, മനുഷ്യന് ചിരി വന്നിട്ട് വയ്യ. കോമഡി പറയല്ലേ? കാക്കേനെ കല്ലെറിയാൻ തൂക്കി വെച്ചതല്ല എന്നൊക്കെ. എന്റെ ജാസ്മിൻ ജാതിട്ട് കർത്താവിന്റെ തീരുമാനം അന്തിമമായിരിക്കും. ലാസ്റ്റ് ബിഗ് ബോസ് പറഞ്ഞു ജഡ്ജിന്റെ തീരുമാനം അന്തിമമായിരിക്കും എന്ന്. 4 പോയിന്റ്സ് ബിഗ് ബോസ്. 6 മുട്ട അവർ വെച്ചെങ്കിലും 2 ഡിസ്ക്വാളിഫൈ ആയതുകൊണ്ട് ഇവർക്കും 4 പോയിന്റ്. തിരിച്ചു കയറി വന്ന ഇപ്പൊ എല്ലാരും കൂടി സിജോന് ടൂക്ക്. സിജോ ജാസ്മിനെ അല്ലേ നിങ്ങൾ ഊക്കേണ്ടത് ശരിക്കും? അപ്പൊ പീപ്പിൾസിന്റെ മത്സരം തുടങ്ങി. നോറ എടുത്തു, നോറയുടെ പോയി. പടം വരച്ചു വെച്ചേക്കോ. ജാസ്മിൻ പറയണത് കൂടോത്രം നല്ലത് വരച്ചേണതാ. പോയി പുഴുങ്ങിയതാ. ഒരു മണ്ടന്മാരാണ്. നേരത്തെ മുട്ട വീണ് പൊട്ടണമൊന്നും കണ്ടില്ലേ? കിട്ടില്ല. എന്റെ പൊന്ന് ജാസ്മിനെ അവിടം വരെ എത്തിയതായിരുന്നു. ലാസ്റ്റ് മിനിറ്റിൽ പോയി. എനിക്ക് ഇവിടെ നിന്ന് കാണാലോ. കണ്ണ് പോയി ടെസ്റ്റ് ചെയ്തോ. കണ്ണ് ടെസ്റ്റ് ചെയ്ത് പോയി. വേഗം ചെയ്യണം കേട്ടോ. അത് ജഡ്ജ് നോക്കണം. രണ്ടാമത്തെ അതേ പോയി. ഈ കാല് ഇങ്ങനെ വെക്കാതെ ചരിച്ചു. അപ്പൊ ഇത് കണ്ടിട്ട് ജാസ്മിൻ ടീമിന് ഐഡിയ പറഞ്ഞു കൊടുക്കാം. കാല് ഇങ്ങനെ വെക്കരുത്, ഇങ്ങനെ വെക്കും. അങ്ങനെ അവസാന ടീമായിട്ടുള്ള ജാസ്മിന്റെ ടീം എത്തി. ഋഷി കർമ്മയാടാ കർമ്മ. നീ ആ ജിൻഡപ്പൻ അത് പിടിച്ചപ്പോ അവിടെ ഇരുന്ന് ചിരിച്ചില്ലേ? ഇപ്പൊ നിന്റെയും പോയില്ലേ? ഞാൻ വിചാരിച്ച ഇവര് പൊളിച്ച് മറിയുന്നു. ഒന്നും വെച്ചില്ലേ? ചിലരത് ശരിയാവും, ചിലരത് ശരിയാവൂല. സുഭാഷ് എല്ലാരും 3G. അർജുൻ ഇങ്ങനെ എത്താറായപ്പോഴേക്കും
ബാലൻസ് 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 ബാലൻസ്. ഇതെന്താ മാജിക് ആണോ രണ്ട് കയ്യിൽ ബാലൻസ് ചെയ്ത് കളിക്കാൻ? ഈ മുട്ടയും കൂടെ പോയാൽ നമുക്കിനി മുട്ടയില്ല കേട്ടോ. ജാസ്മിൻ പറയാ ഇനി പൊട്ടിക്കല്ലേ, ഇനി കളിക്കാൻ നമുക്ക് മുട്ടയില്ല. നോറ റിസൾട്ട് പറ. തോറ്റതല്ല ശൂന്യം. എന്താ സന്തോഷം, തോറ്റുപോയി. അപ്പൊ നാലാമത്തെ ടാസ്ക് നമ്മുടെ ഡെൻ ടീമും ടണൽ ടീമും കൂടി ജയിച്ചു. നമ്മൾ എല്ലാത്തിലും ഫസ്റ്റ് സെക്കൻഡ് അടിക്കുമ്പോ കണ്ണ് കിട്ടും. യോ എന്റെ ജാസ്മിനെ, എല്ലാം ഫസ്റ്റ് അടിക്കുന്നോണ്ട് ഞങ്ങൾ വിട്ടുകൊടുത്തതാ, ഞങ്ങൾക്ക് കണ്ണ് കിട്ടാതിരിക്കാൻ. അത് കഴിഞ്ഞ് എല്ലാവരും ഇങ്ങനെ ഇരിക്കായിരുന്നു. അപ്പൊ അതാ പാട്ട് വന്നു. അപ്സരയുടെ അമ്മയാണെന്ന് നമ്മൾ പ്രമോലൊക്കെ കണ്ടതാ. പക്ഷെ ജാസ്മിൻ അറിയില്ലല്ലോ. ജാസ്മിന്റെ ഉമ്മയാന്ന് വെച്ചോണ്ട് ഫ്രണ്ടിൽ വന്ന് നിന്ന് എക്സ്പ്രഷൻ ഒക്കെ ഇട്ടു. മിസ്സായി പോയി ജാസ്മിനെ, നമ്മുടെ അപ്സരയുടെ അമ്മയാ. എന്തായാലും നാളെ ഇടാ ഈ എക്സ്പ്രഷൻ. ഫാമിലി വീക്ക് തുടങ്ങിയപ്പോ എന്തായിരുന്നു, കാറ് വരുന്നു, 2 റൗണ്ട് കറങ്ങുന്നു, എന്നിട്ട് ഇപ്പൊ എവിടെ നിങ്ങളുടെ കാറൊക്കെ എന്തിയേ? ഇതെന്നിട്ട് ഡോളും കൊണ്ടുവന്നാണ്. ബ്ലാക്ക് മാസ് ആണോ? നോറ ബി ലൈക്ക് ആര് വന്നാലും ഞാൻ ഫുഡ് കഴിക്കും. ആൽബിച്ചേട്ടൻ വന്നില്ലേ? ആൽബിച്ചേട്ടന് ഷൂട്ട് ഉണ്ട് മോളെ. ഒളിപ്പിച്ച് വെക്കാൻ ആൽബി എന്താ കോഴിയാ? അയ്യോ ആൽബിച്ചേട്ടൻ വന്നില്ല, ഞാനൊന്ന് കരയട്ടെ. അമ്മ നട്ട്സ് ഒക്കെ തിന്നോണ്ടിരിക്കുക. അപ്സര അത് പിടിച്ച് താഴെ വെക്കണം. എടി ആ പ്ലേറ്റ് ഇങ്ങോട്ട് താടി, ഞാൻ ഒന്ന് കഴിക്കട്ടെ. പറഞ്ഞ പോലെ അപ്സര ഈ പ്ലേറ്റ് അങ്ങോട്ട് എടുത്തോണ്ട് പോണു. അതിപ്പോ ബസർ അടിച്ചു മറ്റേ ഫുഡ് ഐറ്റംസ് വന്നത്. അപ്സര വിചാരിച്ചേ ആൽബിച്ചായനെ ഇപ്പൊ അവിടെ നിന്ന് ഫുഡും പിടിച്ചോണ്ട് ഇറങ്ങി വരും. പക്ഷെ വന്നില്ല. ഇപ്പഴാ അപ്സര ഞാനും കണ്ടിട്ടില്ല ആൽബിനെ, പക്ഷെ കണ്ടൊരാളുണ്ട്, ഞാൻ വിളിക്കാം. എവിടെ എന്റെ ബ്രദറിൻലോ ആൽഫി ദ ഗ്രേറ്റ്? മോളെ നീ അവനെ കണ്ടിട്ടുണ്ടാ? എനിക്കറിയില്ലേ എങ്ങനെയാണെന്ന്. അത് ആൽഫി ആയിരുന്നു അല്ലേ? സോറി മൈ മിസ്റ്റേക്ക്. മക്കളെ ആൽബി വരാനായിട്ട് ഇരുന്നതായിരുന്നു. അമ്മ ഇത് വലിയ ശല്യമായില്ല. എടി ആൽബി വന്നല്ല, ഏതോ ഒരു സിനിമയുടെ. അമ്മ ഉള്ള കാര്യം പറഞ്ഞു. അവന് സിനിമ എന്ത് സംഭവമൊക്കെ ഉണ്ട്, അവൻ വന്നിട്ടില്ല. നീ ഒന്നും വേണ്ടി ശല്യം ചെയ്യാണ്ട് പോയേ. കരഞ്ഞ് മനസ്സിന് വേദനിപ്പിക്കാതെ. എടി അവൻ വന്നിട്ടില്ല, നീ ഒന്ന് കരയാണ്ടിരുന്നേ. മക്കൾ ആദ്യമൊക്കെ നല്ല രീതിയിൽ കളിച്ചു വന്നതായിരുന്നു, ഇടയ്ക്കെത്തി ഡൗൺ ആയി. ആ അമ്മ ഉള്ള കാര്യം പറഞ്ഞു. എനിക്കിപ്പോ പോലും ആൽബിച്ചായിട്ട് വന്നതെങ്കിൽ എനിക്ക് ഭയങ്കര സന്തോഷം. അപ്സര കണ്ണീര് വരുത്തി കരയും. ഇത്ര നാളെ എക്സ്പീരിയൻസ് ഉണ്ടായിട്ട് കരയുമ്പോ കണ്ണീര് വരുത്താൻ അറിയില്ലേ? മറ്റേ ലെറ്റർ സീനായിട്ടുണ്ടല്ലോ, പുള്ളിക്കാരി വേറെ ഒന്നും ചെയ്യില്ല. അഭിഷേക് നമ്മുടെ മറ്റേ ലെറ്റർ ഇല്ലേ, അത് പുറത്തു വൻ സീനായിട്ടാ. എന്നെ കൊണ്ട് സത്യം ഞാൻ ആലോചിക്കുന്നത് ഈ അപ്സരയുടെ കണ്ണിൽ കണ്ണീരില്ലേ? ബാത്റൂമിലേക്ക് നടന്നു പോണ ജാസ്മിൻ പെട്ടെന്ന് ഒരാൾ ഓടി വരുന്നു. ജാസ്മിൻ അയ്യോ സീക്രട്ട് റൂമിൽ അടച്ചിട്ട് എന്റെ ഗബ്രി ചാടി പോന്നു. എന്റെ മോനെ, എന്റെ നന്ദന എന്താ ആക്ടിങ്! ആ പുറകോടനെ ആരുടെ? ഇതാ ആൽഫി. അയാള് തിരിച്ചു പോയി കഴിഞ്ഞപ്പോ എല്ലാരും കൂടി ചേർന്ന് അയാളെ കെട്ടിപ്പിടിച്ചിട്ടുണ്ട്. ദൈവമേ ഭ്രാന്തന്മാര് വിടണന്നെ. അടിപൊളി സാധനം. നോറ മാത്രം സംസാരിക്കണെങ്കിൽ ഞാൻ ഒരു 10 നോറ സംസാരിച്ചു കൊടുക്കുമ്പോ വോളിയം 10 കുറച്ച് വെക്കുന്നൊക്കെ ഇജാതി. ബോസിൽ പോയി എത്ര ദിവസം നിൽക്കുക, കപ്പ് കിട്ടും, സമ്മാനം കിട്ടും, ഇതൊന്നുമല്ല. എന്റെ ഒരു 10 കിലോനെങ്കിലും കുറയുമല്ലോ. അത് ശരി. അപ്പൊ സമ്മാനം കിട്ടാനൊന്നുമല്ല, തടി കുറയ്ക്കാനാ വന്ന. വല്ല ജിമ്മി പോയാ പോരായിരുന്ന. എങ്ങനെ കൂടാതിരിക്കും? ഇവിടെ കംപ്ലീറ്റ് മുട്ട കണ്ടിട്ട് സാധനം കഴിച്ചു. ആ അത് ശരിയാ, ഇവിടുത്തെ എല്ലാ സാധനം അടിച്ചു മാറ്റി തിന്നണത് അവളാ. ശ്രദ്ധിക്കുക, അപ്പൊ തന്നെ ഓടി ഒന്ന് നോക്കും. അപ്പൊ എല്ലാവരും അമ്മയുടെ ആക്ടിങ് സൂപ്പർ ആട്ടാ. അഭിനയിച്ച ഒരു സ്ത്രീയാ ഞാൻ. KPSC പണ്ടത്തെ നടിയല്ലേ മോളെ, മോശം വരോ? അത് കഴിഞ്ഞപ്പോ അടുത്ത പാട്ട് വന്നു. സായി എന്റെ സ്നേഹയുടെ പാട്ട് തല്ല. മണ്ടന്മാരി പ്രണയഗാനം ഇട്ട ഭാര്യ അല്ലാണ്ട് പിന്നെ ആരാ വരാ?
സായി ഇവളാ ഞാൻ പോണു. അപ്പൊ നമ്മുടെ സായിയുടെ വൈഫ് വരുമ്പോ സായി കെട്ടിപ്പിടിച്ചൊരു ഫ്രഞ്ച് കിസ് കൊടുക്കുന്നു സിജോനോട് ബെറ്റ് വെച്ചിരുന്നു. അപ്പൊ സിജോ ഒക്കെ പറയാ കൊടുക്കടാ കൊടുക്കടാ, വാക്ക് പാലിക്കടാ. വാക്ക് പാലിക്ക് സായി. സായിയുടെ ഭാര്യ സ്നേഹ വേണ്ട ലിപ്സ്റ്റിക് പോവും. ഈശ്വര ലിപ് ലോക്ക. വൃത്തികെട്ട ക്യാമറാമാൻ ആംഗിള് മാറ്റി. ജാസ്മിന് നാൻ വന്നു. ജാസ്മിനോട് നോക്ക്. ഇപ്പോ എന്തായാലും അത് പൊളിച്ച് കാണാനൊരു ഇമ്പൊക്കെ ഉണ്ട്. എനിക്ക് തീരേണ്ട പ്രശ്നങ്ങളുണ്ടായിരുന്നു. അത് അമ്മയായിട്ടുള്ള പ്രശ്നമൊക്കെ സോൾവ് ആയ സ്നേഹ എല്ലാ പ്രശ്നവും സോൾവ് ആക്കി. ചുമ്മാ നുണ പറയരുത്. കാറിൽ ഇരുന്ന് ഒരെണ്ണം പറയാ, അവിടെ വന്നിട്ട് മാറ്റി പറയാ. കൊള്ളാടാ ആണ്. ഇനി അതിനെ കുറിച്ച് പേടിക്കേ വേണ്ടോ. എല്ലാ പ്രശ്നം സോൾവ് ആക്കി. നന്നായി എന്ന് പറഞ്ഞപ്പോ കുറ്റം പറഞ്ഞ ടീംസ് ആണ്. ലൈഫ് ക്ലിയർ ചെയ്യണമെന്നുണ്ടായിരുന്നു. മനസ്സിലായി. ഇവിടേക്ക് വന്നത് അതിനാണ്. സായിയുടെ ഭാര്യ ചോദിക്കാ, നീ നല്ല മനുഷ്യനാവാനാണ് ഇങ്ങോട്ട് വന്നത്, നിനക്ക് വല്ല ധ്യാനത്തിന് പോയാ പോരുന്ന കപ്പടിക്കണ്ടേ. ക്യാമറ നോക്കിയിട്ടാണെങ്കിൽ എനിക്ക് ഉണ്ടായിരുന്നൂടെ. മിണ്ടാത്തോണ്ടാണല്ലോ ഞാൻ എയറില്. എയറിലാണെന്ന് മനസ്സിലായല്ലോ, അത് മതി. അതെ, ഇപ്പൊ ഒരു വീഡിയോ കോളിൽ ഒരാൾ വന്നു. നമ്മുടെ സായിയുടെ ഫാദർ ഒന്ന് വന്നു. സിജൊക്കെ ഇതാരാ ആരാ 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 എന്താ സായി ഇങ്ങോട്ട് നോക്കാത്ത? എന്നെ കാണുന്നില്ലേ? സായിയുടെ അപ്പൻ. നീ എന്താ എന്നെ നോക്കാത്ത? കാണുന്നുണ്ട്. സായിയുടെ ഫാദർ സായിയുടെ പോലെ തന്നെ ഉണ്ട്. വിഷമിച്ചിട്ട് എന്തിനു നിൽക്കണെന്ന് നേരിട്ട് നിന്നോ. വിഷമിക്കേണ്ട സായി, ഹാപ്പിയാണെന്ന് പറഞ്ഞില്ലേ പുള്ളി. സംസാരിക്കണത് നമ്മൾ തമ്മിൽ ഒരു പ്രോബ്ലം ഇല്ല. അങ്ങനെ സായിയും ഫാദറുമായിട്ടുള്ള എല്ലാം പറഞ്ഞ് കോംപ്ലിമെന്റ്സ് ആക്കി. എനിക്ക് കണ്ണനും സായികൃഷ്ണനും ഒക്കെ ആയിട്ട് നടക്കണം എന്നുള്ള അതിയായ ആഗ്രഹം എനിക്കുണ്ട്. സായി ഇപ്പൊ എല്ലാം ക്ലിയർ ആയില്ലേ? അല്ലാന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു കാര്യത്തിന് മാത്രമായിട്ട് വിളിക്കുന്ന ഒരു വ്യക്തി മാത്രമായിട്ടാണ് ഞാൻ കണ്ടിട്ടുണ്ടായത്. ഉള്ള കാര്യം ഞാൻ പറയാലോ, ഇത്രയും ഫാമിലീസ് വന്നിട്ട് സ്കോർ ചെയ്തത് സായി ആണ്. എന്റെ ഭാഗത്ത് പറ്റിയ തെറ്റാണ്. ഫാമിലി ഓഡിയൻസിന്റെ സപ്പോർട്ട് കിട്ടിയിട്ടുണ്ടാവും. മാത്രല്ല സായിലെ നല്ല മനുഷ്യനെ തിരിച്ചറിയാൻ ബിഗ് ബോസും ഒരു കാരണമായി എന്നുള്ളതും നല്ലൊരു കാര്യം. ഗുഡ്. അതൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഇനി എന്ത് പ്രശ്നങ്ങളുണ്ട്? ചുരുക്കി പറഞ്ഞ ഇന്നത്തെ എപ്പിസോഡ് സായി തൂക്കി. വേണ്ടി കപ്പ് കൊണ്ടുവരണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഓക്കെ. ബിഗ് ബോസിൽ ഇതുവരെ വന്ന ഫാമിലീസിൽ വൺ ഓഫ് ദ റിയൽ ഇമോഷൻ ആയിട്ട് സായിനെ എനിക്ക് തോന്നി. എന്തായാലും കൊള്ളാം. ഇല്ല, അത് ആ ചെറുപ്പത്തിലുള്ള ഒരു സംഭവമാണ്. അത് നമുക്ക് നിസ്സാരമായിട്ട് എന്താ സ്നേഹ സംഭവം, കാര്യം പറ, എന്തിനു വഴക്കട്ടെ. ഹാപ്പി ആയിട്ടിരിക്കാനോ സന്തോഷമായിട്ടിരിക്കാനോ ഒക്കെ പറയണമെന്ന് പറഞ്ഞു. എല്ലാം ഓക്കെ ആണല്ലോ, അത് കേട്ടാ മതി. സ്പോൺസർ ടാസ്ക്. അത് കഴിഞ്ഞൊരു സ്പോൺസർ ടാസ്ക് ആയിരുന്നു. ഈ ടാസ്കിൽ 3 ചലഞ്ച് ആണുള്ളത്. അതിൽ ഒന്നാമത്തെ ചലഞ്ച് കുറച്ച് ബിസ്ക്കറ്റ് നിരത്തി വെച്ചിട്ടുണ്ടാവും. അതെടുക്കുക, ടോസറിനെ പോലെ കാണിക്കുക, വായിൽ പിടിക്കുക. രണ്ടവിടെ ഒരു സ്റ്റാൻഡ് വെച്ചിട്ടുണ്ടാവും. അവിടെ നിന്ന് ഒരാൾ ഉരുട്ടി വിടുക, ഇവിടെ നിന്ന് ഒരാൾ വാവച്ച് പിടിക്കുക. മൂന്നാമത്തെ ചലഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബലൂൺ ഇട്ട് ഒരു കൈ കൊണ്ട് ഇങ്ങനെ തട്ടിയിട്ട് ഇവിടെ നിന്ന് കുക്കീസ് മാത്രം കളക്ട് ചെയ്യുക. അപ്പൊ എന്തായാലും നമുക്ക് ആ ടാസ്ക് ഒന്ന് കണ്ടിട്ട് വരാം. പട്ടിക്ക് ബിസ്ക്കറ്റ് ഇട്ട് കൊടുക്കണ പോലെ ജാസ്മിനും സായിയും ഒരു ഭാഗത്ത് മത്സരിക്കുന്നു, ഋഷിയും ശ്രീതും അപ്പുറത്തെ ഭാഗത്ത് മത്സരിക്കുന്നു. ടീം എ ആണ് 14 ബിസ്ക്കറ്റ്. വാശിയേറിയ ബിസ്ക്കറ്റ് കടി മത്സരത്തിൽ നമ്മുടെ ഋഷിയുടെ ടീം വിജയിച്ചിരിക്കുന്നു. രണ്ടാമത്തെ മത്സരം ഇങ്ങനെ ഉരുട്ടിവിടലായിരുന്നു. അതില് ജിൻഡോന്റെ ടീം വിജയിച്ചു. മൂന്നാമത്തെ മത്സരം ബലൂൺ ഇങ്ങനെ തട്ടിയിട്ട് കുക്കീസ് കളക്ട് ചെയ്യാന്നായിരുന്നു. മത്സരം തുടങ്ങി അർജുനും രശ്മിനും ഇങ്ങനെ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഇടയ്ക്ക് രശ്മിൻ ഔട്ടായി. അർജുൻ പിന്നെയും തട്ടിക്കൊണ്ട് ബിസ്ക്കറ്റ് കളക്ട് ചെയ്തുകൊണ്ടിരുന്നു. അപ്പൊ നമ്മളെല്ലാരും വിചാരിച്ചു, രശ്മിൻ പകുതിയായപ്പോ ഔട്ടായതാണല്ലോ, അർജുനായിരിക്കും ജയിക്കുക. പക്ഷെ കഥയിൽ ഒരു ട്വിസ്റ്റ് ഉണ്ട്. അതിൽ പറഞ്ഞിട്ടുണ്ട് ചോക്കോ ചിപ്സ് മാത്രമാണ് കളക്ട് ചെയ്യേണ്ടതെന്ന്. ടാസ്കിൽ കറക്റ്റ് ആയിട്ട് എഴുതിയിട്ടുണ്ടായിരുന്നു, എന്തോ കുക്കീസ് മാത്രമേ കളക്ട് ചെയ്യാൻ പാടുള്ളൂ, മറ്റേ വേറെ പാക്കറ്റ് കളക്ട് ചെയ്യാൻ പാടില്ല എന്ന്. രശ്മിനാണ് ഏറ്റവും കൂടുതൽ അത് കളക്ട് ചെയ്തത്. അങ്ങനെ രശ്മിന്റെ ടീമായിട്ടുള്ള എ ടീം ഈ ടാസ്കിൽ വിജയിച്ചു. ഐ വി ലൈക്ക് കുറച്ചെടുത്ത് സ്നേഹടയിൽ കൊടുത്തു വിടാം, പിന്നീട് കാറിൽ വെച്ച് വീഡിയോ ചെയ്യുമ്പോ കഴിക്കാല. അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ എപ്പിസോഡ് 69.
അപ്പൊ ഇതിന്റെ പ്ലസ് എപ്പിസോഡിന്റെ റിയാക്ഷൻ നമ്മുടെ അടുത്ത ചാനലിൽ വരുന്നതായിരിക്കും. വന്നു കഴിയുമ്പോൾ ഞാൻ ഇവിടെ എവിടെയെങ്കിലൊക്കെ ലിങ്ക് കൊടുക്കാടേ. ആയാലും അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം. അതുവരെ ടാറ്റാ.